listen to a story. A sunny morning. The morning sun peeped through the window. Sasha, Sasha, it's getting late, dear. Mother called Sasha in a soft voice. She was half asleep. Oh, Amma, let me sleep a little longer. No, dear, it's already late. Mother came in and gently patted her. Sasha got out of bed, rubbing her eyes. What's that smell? Lovely. She took a deep breath. She rushed to the kitchen. Mother followed her. ഇപ്പോൾ ഒരു സണ്ണി മോർണിംഗ് ആണ്. സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൂര്യൻ ഉദിച്ച ഒരു പ്രഭാതം അല്ലെങ്കിൽ വെയിലുള്ള ഒരു പ്രഭാതം അങ്ങനെയൊക്കെ പറയാം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. പ്രഭാത സൂര്യൻ, രാവിലത്തെ സൂര്യൻ പീപ്ഡ്, പീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്നാണ്, പീപ്പ് ചെയ്യുക. അപ്പോൾ പീപ്ഡ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കി. എന്തിലൂടെ? ത്രൂ ദ വിൻഡോ, വിൻഡോയിലൂടെ, ജനവാതിലിലൂടെ മോർണിംഗ് സൺ പീപ്പ് ചെയ്തു, ഒളിഞ്ഞു നോക്കി. ദാറ്റ് മീൻസ് നേരെ നന്നായി വെളുത്തു എന്നാണ് അർത്ഥം. സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. അവളുടെ പെൺകുട്ടിയെ അമ്മ വിളിക്കുകയാണ്. സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. നേരം നന്നായി വെളുത്തു, അതുകൊണ്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, നേരം വൈകും, വേഗം എഴുന്നേൽക്കൂ എന്നുള്ള രീതിയിൽ വിളിക്കുകയാണ്. മദർ കോൾ സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. മദർ, അമ്മ സാഷയെ വളരെ ഒരു മൃദുവായ ശബ്ദത്തോടെ വിളിച്ചു, കോൾഡ്, വിളിച്ചു. ഷീ വാസ് ഹാഫ് എസ്ലീപ്. അവൾ എങ്ങനെയായിരുന്നു? പാതി ഉറക്കത്തിലായിരുന്നു, പാതി മയക്കത്തിലായിരുന്നു. ഹാഫ് എസ്ലീപ്, പകുതി ഉറക്കത്തിലായിരുന്നു സാഷ. ഷീ വാസ് ഹാഫ് എസ്ലീപ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്. കുറച്ച് നേരം കൂടി എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂ എന്ന് അമ്മയോട് സാഷ പറയണം. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. വേണ്ട കുട്ടി, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അല്ലെങ്കിലേ നേരം വൈകി എന്ന് അമ്മ പറയണം. മദർ കെയിം ഇൻ ആൻഡ് ജെൻലി പാറ്റഡ് ഹർ. അമ്മ വന്നിട്ട്, അമ്മ റൂമിനുള്ളിലേക്ക് വന്നിട്ട്, കെയിം ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വന്നു. ആൻഡ് ജെൻലി പാറ്റഡ് ഹർ. ജെൻലി എന്ന് പറഞ്ഞാൽ പതുക്കെ, സാവധാനത്തിൽ. പാറ്റഡ് ഹർ എന്ന് പറഞ്ഞാൽ പാറ്റ് ചെയ്യുന്ന തലോടുക എന്ന്. അവളെ തലോടുകയാണ് ചെയ്യുന്നത്. പാറ്റഡ് എന്ന് പറഞ്ഞാൽ തലോടി. ആരെ? സാഷയെ, ഹർ. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹർ ഐസ്. സാഷ അപ്പോൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വന്നു. റബ്ബിങ് ഹർ ഐസ്, അവളുടെ കണ്ണുകൾ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ട്, ഉരതിക്കൊണ്ട്. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. എന്താണ് ആ സ്മെല്ല്? നല്ല സ്മെല്ല്. ഷീ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. അവൾ നല്ല ഒരു വലിയ ശ്വാസം എടുത്തു. ഷീ റഷ് ടു ദ കിച്ചൺ. അത് എവിടുന്നാണ് വരുന്നത്? ഫ്രം ദ കിച്ചൺ. സോ ഷീ റഷ് ടു ദ കിച്ചൺ. അടുക്കളയിലേക്ക് കുതിച്ചോടി. മദർ ഫോളോഡ് ഹർ. അമ്മയും അവളെ പിന്തുടർന്നു. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സാഷ കിച്ചണിലേക്ക് ഓടിയത്, റഷ് ചെയ്തത്, കുതിച്ചു പോയത്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ എന്തായിരിക്കും കിച്ചണിൽ കണ്ടത്? നോക്കാം. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. സാഷ, ആർന്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹർ ഫ്രണ്ട്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. ജസ്റ്റ് 5 minutes. സാഷ ഹറിഡ് അപ്പ്. അപ്പോൾ എന്താണ് അടുത്ത സബ് ടൈറ്റിൽ? സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയുടെ ഇഷ്ടപ്പെട്ട സ്നാക്ക്, ഫേവറേറ്റ് സ്നാക്ക് എന്താണെന്ന് നോക്കാം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അപ്പോൾ ആരാണ് കിച്ചണിലുള്ളത്? ഫാദർ. ഹി വാസ് ബിസി ഇൻ ദ കിച്ചൺ. ദാറ്റ് മീൻസ് ഹി ഈസ് വർക്കിംഗ് ഇൻ ദ കിച്ചൺ. നമ്മുടെ സാഷയുടെ ഫാദറാണ് കിച്ചണിൽ വർക്ക് ചെയ്യുന്നത്, ബിസിയാണ് അവിടെ. അപ്പോൾ അദ്ദേഹമാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, സ്നാക്ക് ഉണ്ടാക്കുന്നത്. നോക്കാം. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. സാഷ, നിൻ്റെ ഫേവറേറ്റ് സ്നാക്ക് തയ്യാറാണ്, റെഡിയാണ്. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് സ്കൂൾ? അപ്പോൾ സാഷ ചോദിക്കുകയാണ്, അമ്മ, ഞാൻ കുറച്ച് സ്കൂളിലേക്ക് എടുത്തോട്ടെ, കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുക. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി. ഓക്കെ, അത് നീ കൊണ്ടുപോയിക്കോ എന്ന് ഉറപ്പ് വരികയാണ്. ഗോ ആൻഡ് ഗെറ്റ് റെഡി. പോയി റെഡി ആവ് എന്ന് അമ്മ പറയും സ്കൂളിലേക്ക് പോവാൻ. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. നമ്മുടെ സാഷ വെന്റ് ടു ദ വാഷ്റൂം, ബാത്റൂമിലേക്ക് അവൾ പോയി. ഹമ്മിങ് എ ട്യൂൺ, ഒരു ട്യൂണൊക്കെ മൂളിക്കൊണ്ട്, ഒരു പാട്ട് മൂളിക്കൊണ്ട് നമ്മുടെ സാഷ വാഷ്റൂമിലേക്ക് പോവാണ്, ബാത്റൂമിലേക്ക് പോവാണ്. സാഷ, ആർ യു റെഡി യെറ്റ്?
സാഷ, നീ ഇതുവരെ തയ്യാറായില്ലേ, റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം. ആരാണ്? ഇറ്റ് വാസ് നവീൻ, ഹർ ഫ്രണ്ട്. നവീൻ ആയിരുന്നു, അവളുടെ ഫ്രണ്ടായ നവീൻ ആയിരുന്നു. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവന് അവിടെ ഗേറ്റിനടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് 5 minutes, സാഷ ഹറിഡ് അപ്പ്. ഒരു 5 minutes എന്ന് പറഞ്ഞുകൊണ്ട് സാഷ ധൃതിപ്പെടുകയാണ്. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? എന്താണ് സാഷയുടെ പ്രിയപ്പെട്ട സ്നാക്ക് ഇവിടെ? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്കൊരു ഗസ് ചെയ്യാൻ പറ്റുമോ, ഊഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ദ സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. Wow, ഉണ്ണിയപ്പം, Naveen exclaimed. All the children rushed towards Sasha. Wait, don't rush. There is enough for everyone, Naveen said. At that moment, someone appeared at the window. Hey, who is that? Sasha asked. ഇപ്പോൾ എന്താണ് ദ സർപ്രൈസ് എന്ന് നോക്കാം. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നവീനും റീച്ച്ഡ് സ്കൂളിൽ എത്തി. ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ് എന്നാൽ ബെല്ല് അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാഷയും നവീനും സ്കൂളിലെത്തി. സാഷ ആൻഡ് നവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ഇറ്റ് സ്മെൽസ് നൈസ്. ഇത് നല്ല സ്മെല്ലാണല്ലോ. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? എന്താ നിൻ്റെ ബാഗിൽ? നവീൻ ആസ്ക്ഡ്. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. ഇതൊരു സർപ്രൈസാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അങ്ങനെ സാഷ ടിഫിൻ ബോക്സ് പുറത്തേക്ക് എടുത്തു ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. ഉണ്ണിയപ്പമാണത്. നവീന് ആശ്ചര്യപ്പെട്ടു. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവേർഡ് സാഷ. അപ്പോൾ എല്ലാവരും സ്മെല്ല് കേട്ട് ഓടി വന്നു. ഓൾ ദ ചിൽഡ്രൻ, എല്ലാ കുട്ടികളും റഷ് ടുവേർഡ്സ്, കുതിച്ചു വന്നു. എവിടേക്ക്? ടുവേർഡ്സ് സാഷ, സാഷയുടെ അടുത്തേക്ക്. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ. കാത്തിരിക്കും, വെയിറ്റ് ചെയ്യ്, ഡോണ്ട് റഷ്, ഓടി കുതിച്ചു വരുമൊന്നും വേണ്ട. ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ, എല്ലാവർക്കും വേണ്ടതുണ്ടെന്ന് നവീൻ പറഞ്ഞു. നവീൻ സെഡ്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സമ്മൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ആ സമയത്തിൽ, ആ നിമിഷത്തിൽ ആരോ അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. ആരോ ഉണ്ടായിരുന്നു. അറ്റ് ദ വിൻഡോ, അവിടെ വിൻഡോയുടെ അടുത്ത് ആരോ നിൽക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി. ഹേ, ഹു ഈസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. ആരാ അത്? സാഷ ചോദിച്ചു.